ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നല്ല ചൂട് പൊറോട്ടയുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചൂടോടുകൂടി അങ്ങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. കുക്കിങ്ങൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ പോലും ഇതുപോലെ ഈ പറയുന്നത് പോലെ അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിതിൽ തയ്യാറാക്കുന്ന ആ മസാല മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു മസാലയുടെ തയ്യാറാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചതച്ചിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ്, ചെറിയുള്ളി. 1 കിലോ ചിക്കൻ്റെ അളവാണ് ഞാനിതിൽ കാണിക്കുന്നത്. 1 കിലോ ചിക്കന് ഏകദേശം 250 ഗ്രാം, 1/4 കിലോയോളം ചെറിയുള്ളിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ സവാള അത്രയും ടേസ്റ്റ് ആയിരിക്കില്ല, ചെറിയുള്ളി തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 കിലോ ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചതയ്ക്കാൻ നേരത്തെ എപ്പോഴും ഇടികല്ലിൽ ഇട്ടിട്ട് ചതയ്ക്കുന്നതാണ് നല്ലത്. ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, തീരെ അങ്ങ് അരഞ്ഞൊന്നും പോകരുത്. മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് ചതയ്ക്കുന്നവരാണെങ്കിൽ ഒട്ടും അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതിയേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ, നമ്മൾ ചതയ്ക്കാൻ നേരത്തെ ഒട്ടും അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാവാൻ വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ഇത്തരം റെസിപ്പികളിൽ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നതാണ് നല്ലത്. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 2 തണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിൻ്റെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിപ്പം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും കൂടിയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 15 സെക്കൻഡോളം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറി വരുമ്പം നമ്മളിപ്പം ചതച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ നമുക്ക് ഈ ഉള്ളി വഴറ്റിയെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സവാള ഇതിൽ ഉപയോഗിക്കരുത്, ചെറിയുള്ളി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരു 1/4 കിലോ ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മൾ ചിക്കൻ ചേർക്കാൻ നേരത്ത് ഉപ്പ് അപ്പോഴും ചേർത്താൽ മതി. ഇപ്പം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. തീ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി, കൂട്ടിയിടരുതേ. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, കണ്ടല്ലോ. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇനി അങ്ങോട്ട് നമ്മൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ പെട്ടെന്ന് കരിയും, അതുകൊണ്ട് തീ ഒട്ടും കൂട്ടിയിടരുത്, നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ നമ്മുടെ എരിവെന്ന് പറയുമ്പോൾ അധികം എരിവുണ്ടാവില്ല, ഒരു നോർമൽ എരിവെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് ചില്ലി ഫ്ലേക്സ് 2 ടേബിൾ സ്പൂൺ എടുത്ത് നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യത്തിന് എരിവുണ്ട്, കൂടുതലല്ല എന്ന് മാത്രം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും സംഭവങ്ങൾ നമ്മളിതിൽ പൊടികളായിട്ടൊക്കെ ചേർക്കുന്നുള്ളൂ. നമ്മൾ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടതുകൊണ്ട് തന്നെ തീ ഒട്ടും തന്നെ കൂട്ടിയിടരുത്. നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്ക് കളറായി വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നത്. ഈ സമയത്ത് എണ്ണ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം ഒഴിച്ചു കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്. മാത്രമല്ല ഇത് പൊടികൾ കരിഞ്ഞു പോയാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് എണ്ണയൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കി ഒഴിച്ചു കൊടുത്തേക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു മസാല നല്ല മണമാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ. അപ്പം ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കുറച്ചിട്ട് ഞാൻ അല്പം എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തീരെ വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റാൻ നേരത്തിൽ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇനി ഇത് വേവിച്ചെടുക്കണം. തീ കൂട്ടിയിടേണ്ട കാര്യമില്ല, ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം 20 മിനിറ്റ് സമയത്തോളം നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് വരും. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടല്ലോ, നമ്മൾ ചിക്കനിൽ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ഇതിൽ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേറെ വെള്ളം ഇതിൽ ഒഴിക്കരുത്. ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ബാക്കിയുള്ള സമയം ഒന്ന് വേവിച്ചെടുക്കാം. മൊത്തം ഒരു 20 മിനിറ്റാണ് വേണ്ടി വരിക. ഇനി ഒരു 10 മിനിറ്റും കൂടി നമ്മൾ വേവിക്കണം. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ വേവാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മളിതുവരെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് വേവിച്ചിട്ട്. ഒരു അല്പം കൂടി വേണമെങ്കിൽ തീ ഒന്ന് കൂട്ടിയിട്ടുള്ളൂ. ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലെന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് വറ്റിച്ചെടുക്കുക. തീരെ അങ്ങ് ഡ്രൈ ആക്കണമെന്നില്ല. ഇതിരുന്ന് തന്നെ ഒന്നും കൂടി ഒന്ന് തിക്കായി വരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി ഇടാം. ഇതിങ്ങനെ ഇരിക്കും തോറും എത്രത്തോളം ഡ്രൈ ആക്കണമെങ്കിൽ അത്ര ആക്കാം. എന്നാലും ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫാക്കുന്നതാണ് നല്ലത് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പം അതിൻ്റെ കളർക്ക് നല്ല ഡാർക്കായിട്ട് വന്നോളും. അവസാനം ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ചിക്കൻ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഒരു ഗ്ലേസിങ് ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ തന്നെ ചൂടോടുകൂടി തന്നെ അങ്ങ് കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂട്ടി തന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അത് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്